ഈ വീഡിയോയിൽ നമ്മൾ ഡിസൈൻ ആൻഡ് അനാലിസിസ് ഓഫ് അൽഗോരിതം മൊഡ്യൂൾ 2 ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ പറയുന്നത് ഡിസ്ജോയിൻ്റ് സെറ്റിനെ പറ്റിയാണ്. അത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടല്ലേ, മാത്സിലെല്ലാം പഠിച്ചിട്ടുണ്ട്. 2 സെറ്റ് ഉണ്ടെന്ന് വിചാരിക്കാം. ഇവിടെ നമുക്ക് ഒരു സെറ്റ് S1ഉം S2ഉം കൊടുത്തിട്ടുണ്ട്. ആ 2 സെറ്റുകൾ തമ്മിൽ കോമൺ ആയിട്ട് ഒരു എലമെൻറ്റ് പോലും ഇല്ലയെന്നുണ്ടെങ്കിലാണ് നമ്മൾ അതിനെ ഡിസ്ജോയിൻ്റ് സെറ്റ് എന്ന് പറയുന്നത്. അതായത് S1 ഇൻ്റർസെക്ഷൻ S2 5 ആകുമ്പോഴാണ് നമ്മളതിനെ ഡിസ്ജോയിൻ്റ് സെറ്റ് എന്ന് പറയുന്നത്. ഈ ഡിസ്ജോയിൻ്റ് സെറ്റിനെ നമ്മൾ 2 രീതിയിൽ റെപ്രസെൻ്റ് ചെയ്യുന്നുണ്ട്. ലിങ്ക്ഡ് ലിസ്റ്റ് റെപ്രസെൻറ്റേഷൻ ആൻഡ് അറേ റെപ്രസെൻറ്റേഷൻ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ലിങ്ക്ഡ് ലിസ്റ്റ് റെപ്രസെൻറ്റേഷൻ എന്താണെന്ന് നോക്കാം. ഈ സെറ്റ് നോക്കിക്കേ, S1 = 1 2 3 4. അതിനെ നമുക്ക് 2 രീതിയിൽ വരയ്ക്കാം. അപ്പോൾ നമ്മളിവിടെ 1 എന്നുള്ള എലമെൻറ്റിനാണ് അതിൻ്റെ പേരൻ്റ് നോഡായിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആദ്യമേ നമ്മൾ എന്താ ചെയ്തിരിക്കുന്നത്, 1ലേക്ക് ഓരോ സൈഡിൽ നിന്ന് ഈച്ച് എലമെൻറ്റ് കൊടുത്തിട്ടുണ്ട്. രണ്ടാമത്തെ ഫിഗറിൽ ഒരു ലൈൻ പോലെയാണ് നമ്മൾ കൊടുത്തേക്കുന്നത്. പക്ഷേ 2 രീതിയിലും അതിനകത്ത് പേരൻ്റ് നോഡ് ഏതാണ്, 1 ആണ്. എല്ലാ എലമെൻറ്റും ലാസ്റ്റ് കണക്റ്റ് അയക്കുന്ന 1ലല്ലേ. ഇപ്പോൾ രണ്ടാമത്തെ ഫിഗറിലാണെങ്കിലും 4 കണക്റ്റ് അയക്കുന്ന 3ലേക്ക്, 3 2, 2 1. അപ്പം ഇവിടുത്തെ 2 ഫിഗറിലെയും പേരൻ്റ് നോഡ് 1 ആണ്. ഇനി ഇതിൻ്റെ ലിങ്ക്ഡ് ലിസ്റ്റ് റെപ്രസെൻറ്റേഷൻ നോക്കാം. ഇവിടെ നോക്കിക്കേ, നമ്മൾ ഓരോന്നിനെയും ലിങ്ക് ചെയ്ത് ഫിഗർ വരച്ചിട്ടുണ്ട്. ഇതിനകത്ത് 1 എന്നുള്ളത് നമ്മുടെ പേരൻ്റ് നോഡ്. അപ്പം ഒരു ആരോ മാർക്ക് അങ്ങോട്ട് പോയിട്ടുണ്ട്. ഇനി 2ൽ നിന്ന് 1ലേക്ക്, കാരണം 2ൻ്റെ പേരൻ്റ് ആണല്ലോ 1. 3ൽ നിന്ന് 1ലേക്ക് കൊടുത്തിട്ടുണ്ട്, 4ൽ നിന്ന് 1ലേക്ക് കൊടുത്തിട്ടുണ്ട്. കാരണം ഇതിൻ്റെ എല്ലാം പേരൻ്റ് നോഡാണ് 1 എന്ന് പറയുന്നത്. ഇനി ആ ആരോ മാർക്ക് ഒന്ന് കൗണ്ട് ചെയ്ത് നോക്കിക്കേ, എത്ര എണ്ണം ഉണ്ട്, 4 എണ്ണം ഉണ്ട്. അതിപ്പോൾ നിങ്ങൾ ജസ്റ്റ് മനസ്സിൽ വെക്കുക. നമ്മളിങ്ങനെ ഈ ബോക്സ് ആയിട്ട് വരയ്ക്കുന്നതാണ് ലിങ്ക്ഡ് ലിസ്റ്റ് റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത്. ഈ രണ്ടാമത്തെ ഒരു കാറ്റഗറി കൂടെ ഉണ്ടല്ലോ, അറേ റെപ്രസെൻറ്റേഷൻ. അതാണ് നമ്മൾ താഴത്ത് എഴുതിയിരിക്കുന്നത്. ഈ ബോക്സിൽ I എന്ന് പറയുന്നത് നമുക്കുള്ള നോട്ട്സുകൾ ഏതൊക്കെയാണ്, അതായത് ആ സെറ്റിൽ നമുക്ക് കൊടുത്തേക്കുന്ന എലമെൻറ്റ് വാല്യൂസിനെയാണ് നമ്മൾ നോട്ട്സ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അതിന് നമ്മൾ I എന്ന് പറയും. P എന്ന് പറയുന്നത് നമ്മുടെ പേരൻ്റ് നോഡ്, അതായത് ഓരോ നോഡിൻ്റെയും പേരൻ്റ് ഏതാണെന്ന് വേണം നമ്മൾ ആ ബോക്സിൽ എടുത്തെഴുതാൻ വേണ്ടിയിട്ട്. ഇവിടെ 4ൻ്റെ എലമെൻറ്റ് നമ്മൾ നേരത്തെ കണ്ടാണല്ലേ, 1 ആണ് പേരൻ്റ്. അപ്പം I 4ൻ്റെ അവിടെ പേരൻറ്റിൻ്റെ വാല്യൂ നമ്മൾ 1 കൊടുക്കുന്നു. അതേപോലെ 3യുടെയും 1 ആണ്, 2ൻ്റെയും 1 ആണ്. ഇനി 1ൻ്റെ എഴുതുമ്പോഴാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ 4 ആരോ മാർക്ക് 1ലേക്ക് പോയിൻ്റ് ചെയ്യുന്നുണ്ടെന്ന്. അപ്പം 4 എലമെൻറ്റ്, ആ 4 എണ്ണമായിരിക്കും നമ്മുടെ ഐയുടെ പേരൻ്റ് നോഡായിട്ട് എഴുതുന്നത്. കൂട്ടത്തിൽ നമ്മളൊരു മൈനസ് സൈൻ കൂടെ കൊടുക്കും. അതാണ് ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നമ്മൾ ഒരു മൈനസ് ഇട്ടിട്ടായിരിക്കും റൂട്ട് നോഡിൻ്റെ പേരൻറ്റിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. താഴത്തെ എക്സാമ്പിൾ നോക്കിക്കേ, S = 5 6 7. അവിടെ നമ്മൾ 5നെ പേരൻ്റ് നോഡായിട്ട് കാണിച്ചു. അപ്പം 6ൻ്റെയും 7ൻ്റെയും റൂട്ട് നോഡാണ് 5 എന്ന് പറയുന്നത്. അപ്പോൾ 7ൻ്റെ പേരൻ്റ് എന്തായിരിക്കും, 5. 6ൻ്റെ ഏതായിരിക്കും, 5. അതേപോലെ 5ൻ്റെ ഏതായിരിക്കും, മൊത്തം 3 എലമെൻറ്റ്സ് ഉണ്ട്, -3 ആയിരിക്കും 5ൻ്റെ പേരൻ്റ് നോഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും ക്ലിയർ അല്ലേ? ഇനി ഈ ഡിസ്ജോയിൻ്റ് സെറ്റിന് 3 ഓപ്പറേഷൻസ് ഉണ്ട്: മേക്ക് സെറ്റ്, ഫൈൻഡ് ആൻഡ് യൂണിയൻ. മേക്ക് സെറ്റ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഫംഗ്ഷൻ ഉണ്ടെന്ന് വിചാരിക്കുക, മേക്ക് സെറ്റ് ഓഫ് എക്സ്. ആ എക്സ് ഒരു എലമെൻറ്റിനെ ക്രിയേറ്റ് ചെയ്യും. അതായത് ഒരു എലമെൻറ്റിനായിരിക്കും അത് ക്രിയേറ്റ് ചെയ്യുന്നത്. അതായത് മേക്ക് സെറ്റ് ഓഫ് എക്സ് ഫംഗ്ഷൻ വിൽ ക്രിയേറ്റ് എ സെറ്റ് ദാറ്റ് കണ്ടെയ്നിങ് 1 എലമെൻറ്റ് എക്സ്. അതിനൊരു എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. മേക്ക് സെറ്റ് ഓഫ് 3 ആണെന്നുണ്ടെങ്കിൽ അത് 3 എന്ന് പറയുന്ന ഒരു എലമെൻറ്റിനായിരിക്കും ക്രിയേറ്റ് ചെയ്യുന്നത്. അതാണ് അവിടെ നമ്മൾ വട്ടത്തിൽ കൊടുത്തിരിക്കുന്നത്, നമ്മൾ നേരത്തെ വരച്ച ഫിഗറിനകത്തെ പോലെ. ഇനി അതിന് അൽഗോരിതം ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഒരു പുതിയ ലിങ്ക് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുകയാണ്. അതിന് ഒരു നോഡേ ഉണ്ടാവുള്ളൂ, n. ഇനി ആ എന്നിൻ്റെ ഡേറ്റ വാല്യൂ എന്തായിരിക്കും, എക്സ് ആയിരിക്കും. ആ എന്നിൻ്റെ പേരൻ്റ് എന്ന് പറയുന്നത് നള്ളായിരിക്കും. അതായത് നമ്മളിവിടെ പറയുന്നത് ഒരെണ്ണമേ ക്രിയേറ്റ് ആവുന്നുള്ളൂ. അതായത് ഒരു നോഡേ ക്രിയേറ്റ് ആവുന്നുള്ളെങ്കിൽ അതിന് പേരൻ്റ് ഉണ്ടോ, ഇല്ല. ആ ഒരൊറ്റ എലമെൻറ്റ് തന്നെയല്ലേ ഉള്ളൂ. ഇവിടെ നോക്കി, ഇവിടെ 3 തന്നെയല്ലേ ഉള്ളൂ. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്തത് ഫൈൻഡ് ഓപ്പറേഷനാണ്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം.